ഹോർമുസിൽ വഴിമുട്ടി ഇറാൻ അമേരിക്ക ചർച്ച. പഠിച്ച പണി 18 പയറ്റിയിട്ടും ട്രംപിന്റെ നീക്കങ്ങളൊന്നും ഫലം കണ്ടില്ല. ഭീഷണി ഉയർത്തി നോക്കി ട്രംപ്. കരാറിൽ ഒപ്പിട്ടില്ല എങ്കിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് ഇറാനിൽ ആക്രമണം നടത്തും എന്നതായിരുന്നു ട്രംപിന്റെ ഭീഷണി. പല അനുനയ ശ്രമങ്ങളും ട്രംപ് നടത്തി നോക്കി. എന്നാൽ എല്ലാം നിഷ്ഫലമായിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ വഴിമുട്ടി നിൽക്കുകയാണ് ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകളെല്ലാം. വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെടുകയും പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഇറാനെതിരെയുള്ള നാവിക ഉപരോധം അനിശ്ചിതമായി തുടരാനാണ് അമേരിക്ക ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉപരോധം വഴി ഇറാനുമേൽ കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താനാണ് നീക്കം. നാവിക ഉപരോധം ഉൾപ്പെടെയുള്ള സൈനിക നടപടികൾ പൂർണ്ണമായും പിൻവലിക്കാതെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ല എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് അമേരിക്ക ഇപ്പോൾ ഹോർമുസിൽ നടപടി കടുപ്പിക്കുന്നത്. അണുവായുധത്തെക്കാൾ വലിയ മൂർച്ചയുള്ള ആയുധമെന്ന് ഇറാൻ പറയുന്ന ഹോർമുസിൽ തട്ടി ചർച്ച വഴിമുട്ടി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം അനിശ്ചിതമായി തുടരും എന്നതാണ് അമേരിക്കയുടെ ഭീഷണി എന്ന് തന്നെ പറയാം. ഇപ്പോഴത്തെ പ്രസ്താവന അമേരിക്കയ്ക്ക് അതിന് കഴിയും എന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്താണ് വ്യക്തമാക്കിയത്. ഉപരോധം വഴി ഇറാനുമേൽ കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുമെന്നും നാവിക ഉപരോധം നടപ്പിലാക്കുന്നതിനായി മേഖലയിൽ സൈനിക സാന്നിധ്യം നിലനിർത്താൻ അമേരിക്കൻ സൈന്യത്തിന് പൂർണ്ണ ശേഷിയുണ്ട് എന്നുമാണ് ഹെഗ്സത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. പനാമ സന്ദർശന വേളയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഹോർമുസ് കടലിടുക്കിനുമേൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിരോധ സെക്രട്ടറിയുടെ പ്രതികരണം വരുന്നത്. മേഖലയിലെ കപ്പലുകൾ കൃത്യമായ ഇടവേളകളിൽ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും അമേരിക്കൻ നാവികസേനയ്ക്ക് ഇവിടെ സാന്നിധ്യം നിലനിർത്താൻ കഴിയുമെന്ന് ഹെഗ്സത്ത് അവകാശപ്പെട്ടു. ഇതിനിടെ ഇറാനെതിരെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള കടുത്ത സാമ്പത്തിക ഒറ്റപ്പെടുത്തൽ നടപടികൾ അടുത്തയാഴ്ച പ്രഖ്യാപിക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും വ്യക്തമാക്കിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറാനെ വരിഞ്ഞു മുറുക്കുക, ഉപരോധത്തിലൂടെ വരിഞ്ഞു മുറുക്കുക, സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുക എന്നതാണ് ഇപ്പോൾ അമേരിക്ക ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഹോർമുസിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അവിടെ നിയന്ത്രണം ശക്തമാക്കാൻ അമേരിക്ക ഒരുങ്ങുന്നു. ഒപ്പം സാമ്പത്തിക ഉപരോധങ്ങളിലേക്കും കൂടുതൽ ശക്തമായ നടപടികൾ എടുക്കാൻ അമേരിക്ക ഒരുങ്ങുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇറാന്റെ സമുദ്രാതിർത്തിയിൽ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഉൾപ്പെടെയുള്ള സൈനിക നടപടികൾ പൂർണ്ണമായും പിൻവലിക്കാതെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ല എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് അമേരിക്ക ഇപ്പോൾ ഹോർമുസിൽ ഉപരോധം ശക്തമാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. US സേനയുടെ സമുദ്ര ഉപരോധം തുടരുവോളം ഹോർമുസ് തുറക്കുന്നത് ചർച്ച ചെയ്യില്ല എന്ന് പ്രതിവാര വാർത്താ സമ്മേളനത്തിലാണ് വക്താവ് ഇസ്മായിൽ ബഗായി പറഞ്ഞത്. അതേസമയം കപ്പൽപാത സംബന്ധിച്ച് ഒമാനുമായുള്ള ചർച്ച പുരോഗമിക്കുന്നതായും ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചാൽ സംയുക്ത പ്രസ്താവന ഉണ്ടാകുമെന്നും വക്താവ് പറഞ്ഞിരുന്നു. മുൻകൂർ അനുമതിയില്ലാത്ത ഡ്രോൺ പറത്തുന്നതിനെ ഭീകരവാദമായി പരിഗണിച്ച് കൈകാര്യം ചെയ്യുമെന്ന് ഇറാഖ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാഖിൽ നിന്ന് ഇറാൻ അനുകൂല സംഘങ്ങൾ അയൽ രാജ്യങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണം തുടരുന്നതിനിടെയായിരുന്നു അറിയിപ്പ്. തുടർച്ചയായി കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നതിനാൽ ഹോർമുസിലെ സ്ഥിതി നിരീക്ഷിക്കുകയാണെന്ന് അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും അറിയിച്ചു. എണ്ണ കയറ്റുമതിക്ക് ബദൽ മാർഗങ്ങൾ കണ്ടെത്താൻ അഡ്നോക്ക് ശ്രമിക്കുന്നുമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അമേരിക്ക ഉപരോധം കടുപ്പിക്കുന്നത്. ഇറാൻ ചർച്ചകളിൽ വെച്ചിരുന്ന ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്നത് ഈ ഉപരോധം നീക്കുക എന്നതായിരുന്നു. അതില്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ അമേരിക്ക നൽകുന്നത്. ഇറാനെതിരായ അമേരിക്കൻ ഭീഷണികളും ആക്രമണങ്ങളും അവസാനിപ്പിക്കുക, ഇറാന്റെ ദേശീയവും മതപരവുമായ മൂല്യങ്ങളെ അപമാനിക്കുന്നത് അവസാനിപ്പിക്കുക, ഇറാനെതിരെയും ലെബനൻ, പലസ്തീൻ, യമൻ, ഇറാഖ് എന്നിവിടങ്ങളിലെ ഇറാന്റെ സഖ്യകക്ഷികൾക്കെതിരെയും ആക്രമണങ്ങൾ സ്ഥിരമായി അവസാനിപ്പിക്കുക, അമേരിക്കൻ നാവിക ഉപരോധം നീക്കുക. ഇതൊക്കെയാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഇറാനെ ചുറ്റിപ്പറ്റിയുള്ള അമേരിക്കൻ നാവിക വ്യോമസേനകളെ പിൻവലിക്കണം പൂർണ്ണമായി എന്ന് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങൾ നീക്കുകയും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ നിബന്ധനകളില്ലാതെ വിട്ടുകൊടുക്കണം എന്ന ഒരാവശ്യം കൂടി ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നു. ഇത് അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറാകാത്തതാണ് ചർച്ചകൾ വഴിമുട്ടുന്നതിനിടയാക്കിയത്. ഇതിന് മറുപടിയായി കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് ഇറാനിൽ നിന്നുണ്ടായതായി അമേരിക്ക കരുതുന്ന 50 വർഷത്തെ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ഇറാൻ ഇങ്ങോട്ട് നൽകണം എന്നതാണ്.
പ്രദേശത്തെ അമേരിക്കൻ സേനാംഗങ്ങളുടെ മരണങ്ങളും ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ മരണങ്ങളും ഉൾപ്പെടെയാണ് ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത് എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവകാശവാദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ച വഴിമുട്ടിയതോടുകൂടി ഇനി എങ്ങനെ പ്രശ്നപരിഹാരം എന്നൊരു ചോദ്യം ഉയർന്നു നിൽക്കുകയാണ്. ലോകത്തിന്റെ ഊർജ്ജ വിതരണത്തിൽ അതിപ്രധാനമാണ് ഹോർമുസ്. ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ലോകത്തെ ആകെ വരിഞ്ഞു മുറുക്കിയത് ഹോർമുസ് നിശ്ചലമായി കിടന്നതാണ്. അവിടെ വഴി കപ്പലുകൾ വരാൻ കഴിയാതെ ചരക്ക് നീക്കം തടസ്സപ്പെട്ടതാണ്. എണ്ണ വില വർധനയ്ക്ക് വലിയ രീതിയിൽ വഴിവെച്ചത്. LPG ക്ഷാമം ലോകമെമ്പാടും ഉണ്ടായത്. എന്തായാലും ആ സ്ഥിതിയിൽ മാറ്റമുണ്ടാകുന്നില്ല എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് വരുന്നത്. ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങിയത് മുതൽ ഇതുതന്നെയാണ് സാഹചര്യം. US ഇസ്രയേൽ ആക്രമണങ്ങൾ ആരംഭിച്ചത് മുതൽ ഹോർമുസ് ഇങ്ങനെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അത് തുടരും എന്ന സാഹചര്യം തന്നെ നിൽക്കുന്നു. അമേരിക്കയുടെ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 50-ലധികം വാണിജ്യ കപ്പലുകളെ US നാവികസേന ഇതുവരെ തടഞ്ഞിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് അല്ലാതെ പോകുന്ന കപ്പലുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കിക്കൊണ്ട് ഇറാനിയൻ കപ്പലുകളെയും തുറമുഖങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഉപരോധം എന്നതാണ് അമേരിക്ക ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. US വ്യോമാക്രമണങ്ങളും ഉപരോധങ്ങളും തുടരുമ്പോഴും ഹോർമുസ് കടലിടുക്കിലെ സ്വാധീനം കൈവിടാൻ ഇറാൻ തയ്യാറായിട്ടില്ല. അനുമതിയില്ലാതെ കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. ഇത് ആഗോളതലത്തിൽ ഇന്ധന വിതരണത്തെയും സമ്പദ് വ്യവസ്ഥയെയും ഒക്കെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ നീണ്ട മാസങ്ങളായി കടലിൽ തുടരുന്ന USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിലെ നാവികരുടെ മോശം സാഹചര്യങ്ങളെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അവിടെ അമേരിക്കൻ സൈനികർ വലിയ രീതിയിൽ അസ്വസ്ഥരാണ് എന്നതായിരുന്നു ഈ മാധ്യമ വാർത്തകൾ സൂചിപ്പിച്ചിരുന്നത്. അതൊക്കെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് തള്ളിക്കളയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. നാവികരുടെ ക്ഷേമത്തിനായി എല്ലാവിധ പിന്തുണയും അമേരിക്ക നൽകുന്നുണ്ട് എന്നതാണ് ഹെഗ്സത്ത് ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും നവംബറിൽ നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ യുദ്ധം മൂലം ഉണ്ടാക്കിവെച്ച ഉയർന്ന ഇന്ധനവിലയും മറ്റ് പ്രതിസന്ധികളും അമേരിക്കൻ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അത് മറികടക്കാനായിരുന്നു ട്രംപ് ഈ പല വിധത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചർച്ചയിലേക്ക് ഇറാനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അതിനൊന്നും ഇറാൻ വഴങ്ങുന്നില്ല എന്നൊരു സാഹചര്യമാണ്. ഹോർമുസിൽ തട്ടി ഈ ചർച്ചകൾ ഒന്നും എവിടെയും എത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ചർച്ചയിൽ യാതൊരു പുരോഗതിയുമില്ല. ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.